ഗുജറാത്ത് കലാപം കഴിഞ്ഞ 10 വർഷം പിന്നിട്ടിട്ടും കലാപബാധിത പ്രദേശങ്ങളിൽ ഇപ്പോഴും ഭീതി വിട്ടുമാറിയിട്ടില്ല. ഭൂരിഭാഗം കലാപബാധിത പ്രദേശങ്ങളിലും നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെയാണ്. തങ്ങളുടെ പിന്തുണയില്ലെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നാണ് കലാപബാധിത പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ പൊതുവിലയിരുത്തൽ. നരോഡ പാട്ടിയ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പേര് ആരും മറക്കാനിടയില്ല. ഗുജറാത്ത് കലാപത്തിൽ ഏറ്റവും അധികം പേർ മരിച്ചു വീണത് നരോഡ പാട്ടിയിലെ ഈ ഇടുങ്ങിയ തെരുവിലാണ്. ഷക്കീല ബാനു, ഫിറോസ് അഹമ്മദ് അൻസാരി ഗുജറാത്ത് കലാപത്തിലെ ജീവിച്ചിരിക്കുന്ന അനേകം രക്തസാക്ഷികളിൽ ഒരാൾ. 2002 കലാപകാരികൾ തകർത്ത നരോഡ പാട്ടിയിലെ വീട്ടിലിരുന്ന് ആ ദുരിത ദിനങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഒരിക്കൽ പോലും ഷക്കീലയുടെ ശബ്ദം ഇടറിയില്ല. उनके हाथों में तलवारें थी, डीजल था, पेट्रोल था, सलिए थे, इनके पास सब साधन था उन लोग के पास में. जैसे ही हम लोग हमारे परिवार वाले जैसे आगे बढ़े उन लोगों को पेट्रोल छांट के जिंदा जला दिए. कम से कम वो कितने लोग थे, मासूम बच्चे थे, बूढ़े थे, जवान थे. ऐसे जवान लड़कियों का उन लोग बलात्कार करते थे हमारे नजरों के सामने. उसमें मेरा एक भतीजा था, 2 महीने का था, उसको भी उन लोगों ने नहीं छोड़ा, उसको भी जिंदा जला दिए. മോഡിക്ക് മാപ്പില്ലെന്ന ഷക്കീലയുടെ ശബ്ദം ഇവിടെ ഒറ്റപ്പെട്ടതല്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാകാം BJP നരോഡ പാട്ടിയിലെ ഈ തെരുവുകളിൽ പ്രചാരണം നടത്താറില്ല. നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളൊന്നും ഇവിടേക്ക് എത്താറുമില്ല. നരോഡ പാട്ടിയ വംശഹത്യയിലെ മുഖ്യപ്രതികളായ മുൻ MLA മായാബെൻ കോട്ടനാനിക്കും ബാബു ബജ്രംഗിക്കും കോടതി 28 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. മോഡി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വീണ്ടും നരോഡ പാട്ടിയിൽ കലാപമുണ്ടായേക്കാമെന്ന് കോട്ടനാനിക്കെതിരെ മൊഴി നൽകിയ റിക്ഷാ തൊഴിലാളി സലീം ഭയപ്പെടുന്നു. अगर वो आने के बाद शायद फिर हमारे साथ ऐसा कोई हादसा न हो, ऐसा हमें डर रहता है. നരേന്ദ്രമോദിക്കെതിരായ കലാപബാധിത മുസ്ലിങ്ങളുടെ വികാരം മുതലാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. അതുതന്നെയാണ് ഗുജറാത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. നരോഡ പാട്ടിയിൽ നിന്നും ക്യാമറാമാൻ വികാസ് കുമാർ റായ്ക്കൊപ്പം B ബാലഗോപാൽ, റിപ്പോർട്ടർ.